വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ എന്താണെന്നായിരിക്കും, നമ്മൾ അധികമൊന്നും ആരും ഉണ്ടാക്കാത്തൊരു സാധനമാണ് ചക്ക വെച്ചിട്ടൊരു ഉണ്ടംപൊരി. നമ്മൾ സാധാരണ പഴം ഇട്ടാണല്ലോ ഉണ്ടംപൊരി ഉണ്ടാക്കണേ. നമുക്കിന്ന് ചക്ക വെച്ചിട്ടൊരു ഉണ്ടംപൊരി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതിന് ആദ്യമായിട്ട് വേണ്ടത് ചക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 1.5 കപ്പോളം ചക്കയുണ്ട്. ഈ ചക്ക ഞാനിപ്പോൾ അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചക്കയുടെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ ശർക്കര ഇട്ട് കൊടുക്കണം മധുരത്തിന്. അപ്പോൾ എൻ്റെ കയ്യിൽ ശർക്കര പൊടിയായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ പൊടിയുടെ കൂടെയാണ് ചക്ക അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ചക്കയും ശർക്കരയും കൂടെ അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ ഇത്. ചെറുതായിട്ട് കഷ്ണമൊക്കെ കടിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഭയങ്കരമായിട്ട് അരച്ചെടുക്കണ്ട. എൻ്റെ ഇപ്പോൾ നന്നായിട്ട് എനിക്ക് അരഞ്ഞു കിട്ടി കേട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആട്ടപ്പൊടിയാണ് കേട്ടോ. ആട്ടയോ ഗോതമ്പുണ്ടെങ്കിൽ ഗോതമ്പ് ചേർക്കുക. എൻ്റെ അടുത്ത് ആട്ടയാണ് ഉണ്ടാകുന്നത്, അപ്പോൾ ഞാൻ ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു 1.5 കപ്പോളം ആട്ടപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പോളം റവയാണ്. ഞാനപ്പോൾ ഇതിൽ അളവായിട്ടൊന്നും എടുത്തിട്ടില്ല, എൻ്റെ ഒരു അളവിനാണ് ഞാനിട്ട് ചെയ്യുന്നത് കേട്ടോ. 1/2 കപ്പോളം റവ ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ളു മതിയാവും. പിന്നെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കാപ്പൊടി ഉണ്ട്. ഏലക്കാപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത്രയുമാണ് കേട്ടോ നമുക്കിതിലേക്ക് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്യണം, പക്ഷേ അത്രയും കട്ടിയിലല്ല. അതായത് കുറച്ച് വെള്ളം ഉള്ള രീതിയിൽ വേണം. നമുക്കിങ്ങനെ കയ്യിൽ എടുത്ത് നമ്മൾ ഈ ഉഴുന്നുവടയ്ക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു പരുവം, നോർമൽ ഉണ്ടംപൊരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ. എന്ന് വെച്ചാൽ കട്ടിയിലെടുക്കരുത്, എന്നാൽ സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ നമ്മൾ മാവ് കുഴക്കുന്ന ഒരു പരുവത്തിൽ എടുക്കുകയും വേണം. അങ്ങനെ നമ്മൾക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ചക്കയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഞാൻ ആ ചക്കയുടെ നനവിൽ തന്നെയാണ് കേട്ടോ നനച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ചക്കയുടെ നനവിൽ തന്നെ നനച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും, ഒരുപാട് കട്ടിയല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഈ പരുവത്തിന് ഇരിക്കണം കേട്ടോ, കയ്യിൽ ഒട്ടുന്ന പരുവത്തിന്. എന്നിട്ട് അത് നമുക്കൊരു 10 മിനിറ്റ് വെക്കണം. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടണമല്ലോ. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് കുഴച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആവാറായിട്ടുണ്ട് ഇത് കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഉണ്ട ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഗ്യാസ് ഇപ്പോൾ കിട്ടാൻ പാടാണല്ലോ ഗൈസ്. അപ്പോൾ അത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റുന്നതൊക്കെ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യണത്, ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അടുത്തത് ഞാനൊരു പാൻ വെച്ചു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുന്നതിനൊക്കെ ഞാൻ നോർമലി സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണ അല്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം. അത് വെച്ച് ബോൾസ് ഉണ്ടാക്കി ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ബോളാക്കി എടുക്കാനായിട്ട് പാടാക്കി, അതുകൊണ്ട് കൈ നമ്മളൊരു പച്ചവെള്ളത്തിൽ നനച്ചിട്ട് ആ നനവോടെയുള്ള കൈ വെച്ച് നമ്മൾ ബോൾ ഉണ്ടാക്കിയാൽ നമ്മുടെ കയ്യിൽ ഒട്ടാതെ നമുക്ക് നന്നായിട്ട് ബോൾ ഉണ്ടാക്കി അതിലേക്ക് ഇടാൻ പറ്റും കേട്ടോ. എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ടെന്ന് തോന്നണു, നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടെ ചൂടാനുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഏകദേശം ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസായിട്ട് ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ.
പിന്നെ ഈ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയ ബോൾസ് ഉണ്ടാക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വലുതുണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് വേകാനായിട്ട് പാടുണ്ടാവും, പുറമേ എന്നാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിയ ബോൾസ് ചെയ്യണ്ട. ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ഉണ്ടാക്കിയിടുന്നതായിരിക്കും നല്ലത്. നമ്മൾ കടകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്ന സാധനമല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ബോൾസ് എല്ലാം ഉണ്ടാക്കി ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ, നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും. എന്ന് വെച്ചാൽ ഒരു ചക്കയുടെ ഫ്ലേവറാണ്. നമ്മൾ ഈ ഉണ്ടംപൊരി കാണുമ്പോൾ ഉണ്ടംപൊരി ആയിട്ട് നമ്മൾ കഴിക്കുമെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫ്ലേവർ ചക്കയുടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ബോൾസായിട്ട് ഉണ്ടാക്കി ഈ ബോൾസ് ഫുള്ള് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ട ബോളിൻ്റെ ഒരു വശം മിക്കവാറും ഫ്രൈ ആയിട്ടുണ്ടാവും. കാരണം ഒരുപാട് കിടന്ന് ഫ്രൈ ആകുമ്പോഴേക്കും അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതെ എടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഏകദേശം നമ്മൾ ബോൾസൊക്കെ ഇട്ട് കഴിഞ്ഞു. എല്ലാ ബോൾസും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആയോ എന്ന് നോക്കാം. അത് ഓരോ ബോൾസും നമുക്ക് സൈഡിലേക്ക് ചരിച്ച് കൊടുത്താൽ അതിൻ്റെ കളറ് നന്നായിട്ട് മാറിയിട്ടുണ്ടാവും. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇതെല്ലാം ഒരു വശം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും കൂടെ ഫ്രൈ ആക്കിയെടുക്കും. സോഡാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഉണ്ടംപൊരി. അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഓവറായിട്ട് ഇടാനും പാടില്ല. ഓവറായിട്ട് ഇട്ടാൽ നമുക്കൊരു പൊള്ളൽ പോലെ തോന്നും കഴിക്കുമ്പോൾ. ഒരു നുള്ള് ചേർക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ബോൾസൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം കേട്ടോ. ബോൾസൊക്കെ ആയ ശേഷം നമുക്കത് കോരി, ഞാനിവിടെ ഒരു പാത്രത്തിൽ ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട്. ടിഷ്യൂ വെച്ചിട്ട് ഇടുവാണെങ്കിൽ അത്രയും ഓയിൽ നമുക്ക് അതിൽ നിന്ന് മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് കോരി ടിഷ്യൂ വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ചക്ക സീസൺ വരുമ്പോഴാണല്ലോ നമുക്ക് ചക്ക വെച്ചിങ്ങനെ ഓരോ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നാടൻ വിഭവമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. അവർക്കും ഇഷ്ടപ്പെടുന്ന നാടൻ വിഭവങ്ങളൊക്കെ നമുക്ക് സീസണിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ബോൾസ് ഇട്ട് കൊടുക്കാം.
കുറച്ച് ഇനിയിപ്പോൾ ഒരു ട്രിപ്പിനുള്ള മാവും കൂടെ ഉള്ളൂ. അതങ്ങ് ഫുള്ള് ബോൾസാക്കി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉണ്ടംപൊരി റെഡിയായി. ചക്ക ഉണ്ടംപൊരി. അപ്പം നമ്മൾ ബാക്കിയുള്ള മാവും കൂടെ ബോൾസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആയി, ഒരു വശം ആയി. ഇനി ബാക്കി വശവും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിയും കൂടെ ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമതിട്ട ബോൾസ് ഇച്ചിരി ഹീറ്റ് കൂടുതലായതുകൊണ്ട് പെട്ടെന്നാണ് വെന്തത്, പെട്ടെന്നാണ് മൊരിഞ്ഞത്. കൂടുതൽ സമയം വെച്ചാൽ കരിഞ്ഞു പോകും അത് കാരണം ഞാൻ പെട്ടെന്ന് മറിച്ചിടുവാണ്. അപ്പോൾ അതൊരു വശം ഫുള്ള് മറിച്ചിട്ടു. ഇനി ബാക്കി വശം കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കതെല്ലാം കോരിയെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് അധികം ചിലവൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതിയല്ലോ. അപ്പോൾ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഞാനെല്ലാം കോരി പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ചക്ക ഉണ്ടംപൊരി എന്ന് പറയാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് അതിൻ്റെ അകം. ഇങ്ങനെ ഇരിക്കും. ചക്ക ആയതുകൊണ്ട് കുറച്ചൊരു ലൈറ്റ് ഒരു യെല്ലോയിഷ് കളറായിരിക്കും കേട്ടോ അതിൻ്റെ അകം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ